മോഡിഫൈഡ് ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണ്? പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് മന്ത്രിയുടെ സ്ഥാനമാണ്. പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ സംസാരിക്കാൻ താല്പര്യപ്പെട്ടാൽ അതിന് സ്പീക്കർ 100% അനുമതി നൽകേണ്ടതാണ്. എന്നാൽ ഇന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ വന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളിന്മേൽ സംസാരിക്കുന്നതിന് പകരം കുംഭമേളയെക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് നൽകി പോവുകയാണ് ഉണ്ടായത്. അതിന് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകാനുള്ള അനുമതി സ്പീക്കർ നിഷേധിച്ചു. അതുമാത്രവുമല്ല, രാഹുൽ ഗാന്ധി പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചതിനെ BJPയുടെ IT സെൽ മേധാവി താൻ പതിവായി ചെയ്യുന്നത് പോലെ ഹിന്ദു മുസ്ലിം കളിക്കാനുള്ള ഒരു മാർഗമായി കാണുക എന്നുകൂടി പറഞ്ഞാൽ ചിന്തിക്കാൻ കൂടി ആവുന്നില്ല. മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ല. 2025 ഇതുവരെ മൊത്തം 2 മണിക്കൂറെങ്കിലും പ്രധാനമന്ത്രി പാർലമെന്റിൽ ചെലവഴിച്ചോ എന്ന് സംശയമാണ്. പാർലമെന്റിൽ വരുന്ന സമയത്ത് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഏതിനെക്കുറിച്ച് എങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി പോവുകയാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്. അദ്ദേഹത്തിന് താല്പര്യം വിദേശ രാജ്യങ്ങൾ കറങ്ങി നടക്കുന്നതിനും മൃഗശാലകൾ സന്ദർശിക്കുന്നതിനും ഫ്രോഡ് ബാബാമാരോടൊപ്പം സമയം ചെലവഴിച്ച് അവർ തന്റെ സഹോദരനാണ്, അപ്പനാണ് എന്നൊക്കെ പറയുന്നതിലും ആണ്. माननीय अध्यक्ष जी, मैं प्रयागराज में हुए महाकुंभ पर वक्तव्य देने के लिए उपस्थित हुआ हूं। पूरे विश्व ने महाकुंभ के रूप में भारत के विराट स्वरूप के दर्शन किए। अयोध्या के राम मंदिर प्राण प्रतिष्ठा समारोह में हम सभी ने यह महसूस किया था कि कैसे देश अगले 1000 वर्षों के लिए तैयार हो रहा है। इसके ठीक 1 साल बाद महाकुंभ के इस आयोजन ने हम सभी के इस विचार को और दृढ़ किया है. പ്രധാനമന്ത്രിയുടെ കുംഭമേളയെക്കുറിച്ചുള്ള പാർലമെന്റിലെ വെർബൽ ഡയറിയെ കഴിഞ്ഞ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ അനുമതി ചോദിച്ചപ്പോൾ സ്പീക്കർ ഓം ബിർള അതിന് അനുമതി നൽകിയില്ല. അത് പാർലമെന്റ് ചട്ടങ്ങൾക്ക് 100% വിരുദ്ധമായ കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ സമയം ആവശ്യപ്പെട്ടാൽ അത് അനുവദിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. എന്നാൽ നോൺ ബയോളജിക്കൽ ഇന്ത്യയിൽ അത്തരം കാര്യങ്ങൾക്കൊന്നും ഇനി യാതൊരു പ്രസക്തിയുമില്ല. പാർലമെന്റിൽ വന്ന് കുംഭമേളയെക്കുറിച്ച് സംസാരിച്ച് ഒരുപറ്റം നുണകൾ പറഞ്ഞ് ഇറങ്ങിപ്പോയ മോദി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സംസാരിക്കാത്തതിൽ, യുവാക്കളുടെ തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കാത്തതിലുള്ള ഇരട്ടത്താപ്പ് പാർലമെന്റിന് പുറത്തുവച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി രാഹുൽ ഗാന്ധി തുറന്നു കാണിക്കുകയാണ്. ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ടുകൊള്ളൂ. दो तीन चीजें थी जो प्रधानमंत्री ने बोला मैं उसको सपोर्ट करना चाह रहा था। कुंभ हमारी एक प्रकार से हमारा ट्रेडिशन है, हिस्ट्री है, कल्चर है। एक कंप्लेंट थी, एक शिकायत थी, श्रद्धांजलि नहीं दी प्रधानमंत्री ने। जो लोग जिनकी मृत्यु हुई थी उनको श्रद्धांजलि नहीं दी। और दूसरी बात मैं ये कहना चाहता था कि देखिए, कुंभ की जगह है, मगर जो युवा कुंभ में गए उनको प्रधानमंत्री से एक और चीज चाहिए, उनको रोजगार चाहिए, और प्रधानमंत्री को रोजगार के बारे में भी बोलना चाहिए. थैंक यू. 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞതിനെ ഞാൻ പിന്തുണയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നു. കുംഭമേള നമ്മുടെ ട്രഡീഷനാണ്, ഹിസ്റ്ററിയാണ്, കൾച്ചറാണ്. എന്നാൽ ഒരു പരാതിയുണ്ട്. കുംഭമേളയിൽ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിച്ചില്ല. രണ്ടാമത്തെ കാര്യം, കുംഭമേളയിൽ പങ്കെടുത്ത യുവാക്കൾക്ക് പ്രധാനമന്ത്രിയിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി ആവശ്യമുണ്ട്. അവർക്ക് തൊഴിൽ വേണം. അതുകൊണ്ട് പ്രധാനമന്ത്രി തൊഴിലിനെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. डेमोक्रेटिक जो स्ट्रक्चर है, जो LOP को तो मतलब परमिशन देनी चाहिए, मगर नहीं देते हैं. बट ये न्यू इंडिया है. അപ്പോൾ പത്രക്കാർ ചോദിക്കുകയാണ്, താങ്കൾക്ക് സംസാരിക്കാനുള്ള അവസരം നൽകിയില്ലേ എന്ന്. ഇതിന് രാഹുൽ ഗാന്ധി പറഞ്ഞ മറുപടി, സംസാരിക്കാനുള്ള അവസരം നൽകുകയില്ല. ജനാധിപത്യത്തിന്റെ മര്യാദ അനുസരിച്ച് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകേണ്ടതാണ്. പക്ഷെ നൽകിയില്ല. ഇത് പുതിയ ഇന്ത്യയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇത് മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യയാണ്. ഇവിടെ മര്യാദകൾക്കോ മാന്യതയ്ക്കോ ട്രഡീഷനുകൾക്കോ യാതൊരു വിലയുമില്ല.
പ്രധാനമന്ത്രിക്ക് ജനങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് അതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. ദിനം പ്രതി കലാപങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് അവർക്ക് താല്പര്യം. അല്ലെങ്കിൽ തൊഴിലും വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തതിനാൽ അവർക്ക് രാജ്യം കലാപകലുഷിതമാക്കുന്നതിന് ഇഷ്ടം പോലെ സമയമുണ്ട്. അവർക്ക് ചിന്താശേഷിയും ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള സാമാന്യബോധവും പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന് അവർക്ക് യാതൊരു രൂപവുമില്ല. 3 നേരം വയറു നിറച്ച് കഴിക്കാനുള്ള ഭക്ഷണമില്ലാഞ്ഞിട്ടും ഉടുതുണിക്ക് മറുതുണി ഇല്ലാഞ്ഞിട്ടും അവർക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അവരുടെ ധാരണ മോദി വിശ്വഗുരുവാണ് എന്നും ഇന്ത്യയിലെ ജീവിത സൗകര്യങ്ങൾ ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇല്ല എന്നുമാണ്. കാരണം അവർ ലോകം കണ്ടിട്ടില്ല. എങ്ങനെയാണ് സംസ്കാരമുള്ള ജനത ജീവിക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി തൊഴിലില്ലാത്ത യുവാക്കളുടെ പ്രശ്നത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞതിനെ പോലും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെടുത്തുവാനാണ് BJPയുടെ ക്രിമിനൽ IT സെല്ലിന്റെ മേധാവി അമിത് മാളവിയ തുനിഞ്ഞത്. അയാൾ എക്സിൽ എഴുതിയത് ഇങ്ങനെയാണ്: രാഹുൽ ഗാന്ധിയുടെ വിചാരമനുസരിച്ച് മഹാകുംഭമേളയിൽ പോയ യുവാക്കൾ തൊഴിലില്ലാത്തവരാണ്. അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിയും അവിടെ പോകേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷേ അയാൾ പോയില്ല. ഹിന്ദു സമുദായത്തെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് എത്രനാൾ തുടർന്നുകൊണ്ടു പോകും? ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന യുവാക്കളും തൊഴിലില്ലാത്തവർ ആണോ? രാഹുൽ ഗാന്ധി അവരെക്കുറിച്ച് ഒരിക്കലും ഇങ്ങനെ പറയുകയില്ല. എങ്ങനെയുണ്ട് ഇയാളുടെ വാക്കുകൾ? എന്തു ജന്മമാണ് ഇവനൊക്കെ? മോദി പാർലമെന്റിൽ വന്ന് കുംഭമേളയെക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് നടത്തിയത് വളരെ വിരോധാഭാസമാണെന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ അതിനെക്കുറിച്ച് പറഞ്ഞതോടൊപ്പം അതിന്റെ തയ്യാറെടുപ്പിൽ ഉണ്ടായ പോരായ്മയെക്കുറിച്ച് സംസാരിക്കേണ്ടതും അവിടെ ജീവൻ നഷ്ടപ്പെട്ട നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ആദരാഞ്ജലി അർപ്പിക്കേണ്ടതും ഒരു സാമാന്യ മര്യാദയല്ലേ? എന്നാൽ അതിനു പകരം ലോകത്ത് മൊത്തം ഇന്ത്യയെ വിശ്വഗുരു ആക്കാൻ കുംഭമേള കാരണമായി എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനാണ് മോദി തുനിഞ്ഞത്. അതുപോലെ രാഹുൽ ഗാന്ധി പറഞ്ഞത് കുംഭമേളയെക്കുറിച്ച് സംസാരിച്ച ഒപ്പം തന്നെ രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിലില്ലാത്തതിനെക്കുറിച്ചും സംസാരിക്കേണ്ടത് വളരെ ആവശ്യമായിരുന്നു എന്നാണ്. എന്നാൽ അതുപോലും മുസ്ലിം സമുദായത്തിന് മേൽ വിദ്വേഷം കുത്തിനിറയ്ക്കാനുള്ള വലിയ അവസരമായാണ് BJPയുടെ ക്രിമിനൽ IT സെല്ലിന്റെ മേധാവി കണ്ടത്. ഇവർ ഒരിക്കലും നന്നാവുകയില്ല എന്ന് 100% ഉറപ്പാണ്. മുട്ടനാടുകളെ തമ്മിലടുപ്പിച്ച്, രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിച്ച് അധികാരത്തിന്റെ ചോര നുണഞ്ഞ് ഇവർക്ക് സുഖമായി ജീവിക്കണം. എന്നാൽ ഇത്ര കാലവും ഇതുതന്നെ കാണുന്ന ഇവരുടെ മന്ദഭക്തർക്ക് ഒരിക്കൽ പോലും മടുപ്പ് തോന്നുകയില്ലേ എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്.